ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ഞാൻ ഇവരുടെ ഒരു ഇന്റർവ്യൂ കാണാനായിട്ട് ഇടയുണ്ടായി. അതായത് രാഗം രാധാകൃഷ്ണൻ, അതായത് കൊല്ലം സുധിയെ അറിയാവുന്ന ഒരു വ്യക്തിയായ രാഗം രാധാകൃഷ്ണന് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിനകത്ത് അതിനകത്തൊരു ചെറിയൊരു ശകലം ഞാൻ കാണിക്കാം. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഓക്കെ, സുധിയുടെ മരിച്ചു പോയതല്ലേ, പിന്നെ അങ്ങനെ സുധിയുടെ തണലിൽ ജീവിക്കുന്നത്. ഒരുമാതിരി മറ്റടുത്ത വർത്താനം പറയരുത്. സുധിയുടെ മരിച്ചു പോയതല്ലേ, പിന്നെ അങ്ങനെ സുധിയുടെ തണലിൽ ജീവിക്കുന്നത്. നല്ല ചിരിയില്ലേ, സുധിയേട്ടൻ മരിച്ചു പോയല്ലേ, എല്ല് കൂടുതലാ, അതായി ഇളക്കം. സാരമില്ല, ആയാലും നമുക്ക് കുടിക്കാം. എവിടെ ഇരുന്നാ പറയുന്നത് നിങ്ങൾ നോക്കേ. ആ ഇരിക്കുന്ന ഇന്റർവ്യൂവിന്റെ തൊട്ട് ബാക്കിലിരിക്കുന്ന ഫോട്ടോ ആരുടെയാണ്? ഏതെങ്കിലും ദൈവത്തിന്റെ ആണോ? അല്ല, കൊല്ലം സുധിയുടെ ഫോട്ടോയാ. ആ ഫോട്ടോയുടെ മുന്നിലിരുന്നാ നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് എന്തുവാ? നിങ്ങളിപ്പോ ചിരിച്ചു കളഞ്ഞില്ലേ? ആ ഒരു വ്യക്തിയുടെ പേരും ഫോട്ടോയും തന്നെയാണ്. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം എടുത്ത് അതിനകത്ത് ഫോട്ടോ ആരുടെ കിടക്കുന്നത്? കൊല്ലം സുധി. മാർക്കറ്റിംഗ് എന്തോ യൂസ് ചെയ്യുന്നത്? കൊല്ലം സുധി. അപ്പം അങ്ങനെ ചിരിച്ചു കളയാനുള്ള ഐറ്റം അല്ല. ഓക്കെ, അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അതല്ലേ പറഞ്ഞ, സുധിയുടെ മരിച്ചുപോയി. ഇതുവരെ തണലിലായിരുന്നു. മരിച്ചുപോയ ആളുടെ തണലിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു. രേണുവിന് സ്വന്തം അഡ്രസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ രേണു എന്നുള്ള ഒരാളുണ്ടായിരുന്നു, അഡ്രസ്സും ഉണ്ടായിരുന്നു. പിന്നെ ഭർത്താവിന്റെ പേര് വെച്ചിട്ടല്ലാതെ വേറെ പേരിൽ അറിയപ്പെടാൻ പറ്റത്തില്ല. ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ആധാർ കാർഡും ഒരു അഡ്രസ്സും മാത്രം ഉണ്ടായിരുന്ന രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പം സോഷ്യൽ മീഡിയയിൽ വരാനും കുറച്ചധികം വീഡിയോസിനകത്ത് തല കാണിക്കാനും കുറച്ചധികം ആൾക്കാരുമായിട്ട് കോൺടാക്റ്റിൽ എത്താനും ഇപ്പൊ ദേ ബിഗ് ബോസിലേക്ക് പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പകരാനും അല്ലെങ്കിൽ പകർത്താനും അല്ലെങ്കിൽ പടരാനുമുള്ള സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ്. ആ ഒരു വ്യക്തി ഉള്ളത് കൊണ്ടാണ്, ആ ഒരു വ്യക്തി ജീവിച്ചിരുന്നത് കൊണ്ടാണ് അവരുടെ ഫോട്ടോ എടുത്ത് ബാക്കിൽ വെച്ചിട്ട് അതിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഇതുപോലുള്ള സംസാരങ്ങൾ സംസാരിച്ചിട്ട് കൊല്ലം സുധി മരിച്ചു പോകില്ലേ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന്. അയ്യോ കഷ്ടം. ചേട്ടനെ വിറ്റ് കാശാക്കുന്നു എന്ന് പറയുന്നത് എവിടെ ചെന്ന് വിൽക്കാനാ? എനിക്ക് ഇൻസ്റ്റയിന്നോ ഫേസ്ബുക്കിന്നോ ഒരു വരുമാനവും കിട്ടുന്നില്ല. എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇടും. ഇതൊട്ട് ഒരിക്കലും മാറ്റത്തില്ല. അത് എന്റെ ഇഷ്ടമാണ്. എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഇടണോ, അത് തന്നെ, അത്രേ ഉള്ളൂ. അതാണ് നിങ്ങളുടെ വിൽപ്പന എന്ന് ജനങ്ങൾ പറയുന്നതും ഇപ്പൊ ഞാൻ സഹിതമുള്ള ആൾക്കാർ പറയുന്നതും അതാണ് വിൽപ്പന. ഇങ്ങനെ ഒരു ജന്മം. ഇവര് പൊതുവെ ഈ നെഗറ്റീവ് കമന്റിലൂടെ മാർക്കറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് അവിടെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരും അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയും തന്നെയാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ ഇതിവിടെ പറയാനുള്ള കാരണം ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, അതായത് ഈ സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിലും ഐഡന്റിറ്റിയിലും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള രണ്ട് വ്യക്തികളേ ഉള്ളൂ. ഒന്ന് ഈ രേണു എന്ന് പറയുന്ന വ്യക്തിയും, രണ്ട് കിച്ചു, അവരുടെ മൂത്ത മകനായ കിച്ചു. ബാക്കി പറയടേ. കിച്ചുവിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അവന്റെ വീഡിയോസിന്റെ കോണ്ടന്റുകളും കാര്യങ്ങളും തമ്പനയിൽ സകലം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, റാൻഡം ആയിട്ട് കാണിച്ചു തരാം. മേക്കിംഗ് എ ഗ്രിൽഡ് ചിക്കന്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, എ റാൻഡം ഡേ വിത്ത് ഫാമിലി ട്രിപ്പ്, ചലഞ്ച് ഗെറ്റ് റോങ്, അങ്ങനെ ഞാനും എന്തോ കമ്പനി ആയെന്നോ കമ്പനി കിട്ടിയെന്നോ ഒക്കെ ഉള്ള അടുത്തത് ജിം വ്ലോഗ്, സർപ്രൈസ് വിസിറ്റ് ടു റിത്തപ്പ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതായത് ഇവന്റെ ഈ തമ്പനയിലിനകത്തോ ഈ വീഡിയോയ്ക്കകത്തോ എവിടെങ്കിലും ഒരിടത്ത് സുധിച്ചേട്ടൻ പോയി, അച്ഛനില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അവൻ പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്, അവൻ അതാണോ അതിനകത്ത് മാർക്കറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു തമ്പനയിലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിച്ചിട്ടില്ല. വെരി ഗുഡ്. ആൺകുട്ടികളെ ഇങ്ങനെ വേണം. അത് നിലവാരം, അത് സ്റ്റാൻഡേർഡ്, അത് വ്യക്തമായ സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയിലല്ല ഞാൻ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് അവൻ ഉറക്കെ പറയാം. താൻ കലക്കി ഒരാൺകുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. അവന് എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. സുധി എന്ന് പറയുന്ന ആൾ എന്റെ അച്ഛനാണ്, അച്ഛന്റെ പേരിലാണ് ഞാൻ വന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനായിട്ടാണ്, ഞാൻ എന്താണ് അത് അവന് കണ്ണും പൂട്ടി പറയാൻ സാധിക്കും. അതിന് കണ്ടു പഠിക്കണം.